നമസ്കാരം. പ്രധാന വാർത്തകൾ. പച്ചക്കറി ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത ഉറപ്പുവരുത്താൻ സർക്കാർ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. മരുന്ന് പരീക്ഷണം നടത്തി സംസ്ഥാനത്തെ പ്രമുഖ സ്വകാര്യ ആശുപത്രിയിൽ രോഗികൾ മരിച്ചതായി പറയുന്ന സംഭവത്തെക്കുറിച്ച് CBI അന്വേഷണം നടത്തണമെന്ന് ഡോക്ടർ ജേക്കബ് വടക്കാഞ്ചേരി. ചാലയിലെ ഗ്യാസ് ടാങ്കർ ദുരന്തത്തെക്കുറിച്ച് പോലീസ് വിശദമായ അന്വേഷണം നടത്തിവരികയാണെന്ന് DGP ബാലസുബ്രഹ്മണ്യം. തലശ്ശേരി മൈസൂർ റെയിൽപാതയ്ക്കായി റീസർവേ നടത്തുമെന്ന് റെയിൽവേ സഹമന്ത്രി KH മുനിയപ്പ. വാർത്തകൾ വിശദമായി. പച്ചക്കറി ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത ഉറപ്പുവരുത്താനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. സഹസ്ര സരോവർ പദ്ധതി തലശ്ശേരി കോട്ടയം പഞ്ചായത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ നാടിന് ഇന്ന് ശ്രീ മോഹനൻ കൃഷി വകുപ്പിന്റെ ചുമതല ഏറ്റെടുത്ത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന രണ്ട് പരിപാടികളുമായി ഇത് ബന്ധപ്പെടുത്തുക. ഒന്ന്, സ്വയം പര്യാപ്തത പച്ചക്കറിയുടെ കാര്യത്തിൽ. നമ്മുടെ കൃഷി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനം പച്ചക്കറിയാണ്. നമ്മൾ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിച്ചാണ് കഴിയുന്നത്. അപ്പൊ പച്ചക്കറി ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത വലിയൊരു വെല്ലുവിളിയാണ്. അതുപോലെ തന്നെ തരിശുഭൂമി കൃഷിയോഗ്യമാക്കുക വലിയ ഒരു പദ്ധതിയാണ്. അപ്പൊ ഈ രണ്ട് പദ്ധതികളുടെയും വിജയകരമായ നടത്തിപ്പിന് ആവശ്യമായ ജലസ്രോതസ് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനും തരിശുഭൂമികൾ കൃഷിയിടമാക്കാനുമുള്ള പദ്ധതിയുടെ ഭാഗമായി നബാർഡിന്റെ ധനസഹായത്തോടെയാണ് കോട്ടയം ചിറ നവീകരണം സാധ്യമാക്കുകയെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കൃഷിവകുപ്പ് മന്ത്രി KP മോഹനൻ അധ്യക്ഷത വഹിച്ചു. കോട്ടയം പഞ്ചായത്ത് പ്രസിഡന്റ് KP നസീർ സ്വാഗതവും KLDCM DPG രവീന്ദ്രനാഥ് പദ്ധതി വിശദീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ KA സരള സുവനീർ പ്രകാശനം ചെയ്തു. KLDC ചെയർമാൻ ബെന്നി കക്കാട് സുവനീർ ഏറ്റുവാങ്ങി. MLA മാരായ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, KK നാരായണൻ, AP അബ്ദുള്ളക്കുട്ടി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് B സൗമിനി, ജില്ലാ പഞ്ചായത്ത് അംഗം V ഗൗരി, കൃഷി ഓഫീസർ UN മീര, V സുരേന്ദ്രൻ മാസ്റ്റർ, M സുരേന്ദ്രൻ, VK കുഞ്ഞിരാമൻ, KM സൂപ്പി, CP മുരളി, A അശോകൻ എന്നിവർ പ്രസംഗിച്ചു. മനുഷ്യരിൽ മരുന്ന് പരീക്ഷണം നടത്തി മരണത്തിലേക്ക് നയിച്ചതിൽ സംസ്ഥാനത്തെ പ്രമുഖ സ്വകാര്യ ആശുപത്രിയുണ്ടെന്നിരിക്കെ സംഭവത്തെക്കുറിച്ച് CBI അന്വേഷണം നടത്തണമെന്ന് ഡോക്ടർ ജേക്കബ് വടക്കാഞ്ചേരി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പന്നിപ്പനി ലോകം മുഴുവനും പന്നികളെ മുഴുവൻ കൊന്നു. ലോകാരോഗ്യ സംഘടന പതുക്കെ പറയുകയാണ് പന്നിയും പന്നിപ്പനിയും തമ്മിൽ ബന്ധമില്ല. പന്നികളെ മുഴുവൻ കൊന്നു തീർത്തു. നാടൻ പന്നികളിപ്പോൾ ഇല്ല. ജനിതക മാറ്റം വരുത്തിയ മൾട്ടിനാഷണൽ കമ്പനികളുടെ പന്നികളേ ഉള്ളൂ. ലോകത്തുനിന്ന് കോഴികളില്ല. ഏറ്റവും കൂടുതൽ മരുന്ന് പരീക്ഷണം നടത്തിയിട്ടുള്ളത് അമൃത ആശുപത്രിയിലായതിനാലും ആശുപത്രി ഉടമകൾ പ്രബലരായതിനാലും പ്രാദേശിക അന്വേഷണം മുന്നോട്ടു പോകില്ല. ദേശീയ അന്തർദേശീയ ശക്തികൾ ഉൾപ്പെട്ടതിനാൽ CBI തന്നെ അന്വേഷിക്കണമെന്ന് ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരി കണ്ണൂരിൽ ആവശ്യപ്പെട്ടു. മരുന്ന് പരീക്ഷണം അനിവാര്യമാണെന്ന IMAയുടെ അഭിപ്രായം കുറ്റകൃത്യങ്ങളുടെ ഗൗരവം കുറക്കാനുള്ളതാണെന്ന് ജേക്കബ് വടക്കഞ്ചേരി ആരോപിച്ചു. മരുന്നുകൾ വിറ്റ് കൊള്ളലാഭം നേടുകയും പുതിയ രോഗങ്ങളെ അവതരിപ്പിച്ചും സാമൂഹ്യ മരുന്ന് വിതരണ പദ്ധതികൾക്ക് സർക്കാരുകളെ പ്രേരിപ്പിച്ചും ഏകപക്ഷീയമായി നടത്തുന്ന പ്രഖ്യാപനങ്ങൾ പരിശോധിക്കാൻ എല്ലാ മെഡിക്കൽ വിഭാഗങ്ങൾക്കും തുല്യ പ്രാധാന്യമുള്ള മെഡിക്കൽ ബോർഡ് വേണം. ജനാരോഗ്യ പ്രസ്ഥാനം കൺവീനർ KK വത്സരാജ്, ട്രഷറർ P രാഘവൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കണ്ണൂർ ചാല ദുരന്തത്തെക്കുറിച്ച് പോലീസ് സമഗ്രമായ അന്വേഷണം നടത്തിവരികയാണെന്ന് DGP ബാലസുബ്രഹ്മണ്യം പറഞ്ഞു. ചാലയിൽ പോലീസ് നടത്തുന്ന ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ DGP വിലയിരുത്തി. അതേക്കുറിച്ച് ഞാൻ പറയില്ല. പോലീസിന്റെ പരിധി വരാത്തൊന്നുമില്ല. ഇൻവെസ്റ്റിഗേഷൻ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കും. ഇപ്പോഴത്തെ അന്വേഷണത്തിൽ സാറ്റിസ്ഫൈഡ് ആണ്. അന്വേഷണം കൂടി ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് ഈ ഡ്രൈവർ കണ്ണയ്യനെ മാത്രം ഈ കേസിൽ ഉൾപ്പെടുത്തി അങ്ങനെ പോകും. പ്രിലിമിനറി ആണത്. ഇപ്പൊ തുടങ്ങിയതല്ലേ ഉള്ളൂ. ഇൻവെസ്റ്റിഗേഷൻ കുറച്ച് സമയം എടുക്കും. തുടങ്ങിയതേ ഉള്ളൂ. ഞായറാഴ്ച രാവിലെ കണ്ണൂരിലെത്തിയ DGP ബാലസുബ്രഹ്മണ്യവും ADGP രാജേഷ് ദിവാനും ദുരന്തത്തിൽ മരണപ്പെട്ട ഗ്രേഡ് ASI രാജന്റെ മൃതദേഹത്തിൽ അന്ത്യോപചാരം അർപ്പിച്ചു. തുടർന്ന്
ചാലയിലെത്തി പോലീസിന്റെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും അന്വേഷണ പുരോഗതിയും വിലയിരുത്തി. അപകട സ്ഥലവും മറ്റും DGP പരിശോധിച്ചു. ജില്ലാ പോലീസ് മേധാവി രാഹുൽ ആർ നായർ, കണ്ണൂർ DYSP P സുകുമാരൻ എന്നിവരുമായി DGPയും ADGPയും ചർച്ച നടത്തി. ഗ്യാസ് ടാങ്കർ ലോറി അപകടത്തെ തുടർന്നുണ്ടായ വാതക ദുരന്തത്തിൽ 19 പേരുടെ ജീവൻ പൊലിഞ്ഞ കണ്ണൂരിലെ ചാല എന്ന കൊച്ചുഗ്രാമം തേങ്ങുകയാണ്. വിലാപയാത്രയ്ക്കിടയിൽ വിറങ്ങലിച്ചിരിക്കുകയാണ് ചാല. അപകടത്തിൽ പൊള്ളലേറ്റ 4 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. മരവിച്ച മനസ്സാണിപ്പോൾ ഈ കൊച്ചു പ്രദേശത്തിന്. തൊട്ടടുത്ത വീടുകളിൽ നിന്നും വിധി അപഹരിച്ചത് 19 ജീവനുകൾ. 4 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. 20ഓളം പേർ പൊള്ളലേറ്റ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. പിതാവ് പോയതറിയാതെ മകൻ മരണപ്പെടുന്ന ദയനീയത, മകൾ മരിച്ചതറിയാതെ വിധിക്ക് കീഴ്പ്പെട്ട പിതാവ്, മാതാപിതാക്കൾ പോയതറിയാതെ മരിച്ച മക്കൾ. വാക്കുകൾ കൊണ്ട് വിവരിക്കാനോ സ്വാന്തനിപ്പിക്കാനോ കഴിയാത്ത ദുരന്തഭൂമിയാണിപ്പോൾ ചാല ഭഗവതി ക്ഷേത്ര പരിസരം. ചാല ദേവീനിവാസിൽ പ്രകാശിൻ്റെ ഭാര്യ രഗിന, ചാല അമ്പലത്തിനടുത്ത ശ്രീനിലയത്തിലെ കേശവമാരാർ, ലത എന്നിവരാണ് മരിച്ചത്. റംല ഹൗസിൽ റിസ്വാൻ എന്ന 12കാരൻ പരിയാരം മെഡിക്കൽ കോളേജിലാണ് മരണപ്പെട്ടത്. ദേവീനിവാസിൽ പ്രകാശൻ, അച്ഛൻ കൃഷ്ണൻ വൈദ്യർ, അമ്മ ദേവി, സഹോദരൻ പ്രസാദ് എന്നിവർ കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു. ഒരാൾ പരിക്കേറ്റ് പരിയാരത്ത് ചികിത്സയിലാണ്. കേശവമാരുടെ ഭാര്യ ശ്രീലത 2 ദിവസം മുമ്പാണ് മരിച്ചത്. ഇതോടെ മകൻ അജയൻ തനിച്ചായി. റിസ്വാന്റെ സഹോദരൻ റമീസ് കഴിഞ്ഞ ദിവസവും പിതാവും മാതാവും അപകടത്തിൽ മരിച്ചിരുന്നു. ഇതോടെ ഈ കുടുംബത്തിൽ അപകട സമയത്ത് ഗൾഫിലായിരുന്ന 2 സഹോദരന്മാർ മാത്രമാണ് ബാക്കിയായത്. മരണസംഖ്യ ഉയർന്നതോടെ കേരളം കണ്ട ഏറ്റവും വലിയ ഗ്യാസ് ടാങ്കർ ദുരന്തമായി ചാലയിലേത് മാറുകയാണ്. സമാനമായ അപകടം 2009 ഡിസംബർ 31 കരുനാഗപ്പള്ളിയിലേതായിരുന്നു. 12 പേരാണ് മരിച്ചത്. പൊള്ളലേറ്റ 2 പേർ ഇപ്പോഴും ചികിത്സയിലാണ്. കണ്ണൂർ ചാലയിൽ ദുരന്തം നടന്ന ഇടങ്ങളും മരിച്ചവരുടെ വീടുകളും പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനും CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനും സന്ദർശിച്ചു. പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരെയും ഇവർ ചെന്നുകണ്ടു. ശനിയാഴ്ച രാവിലെയാണ് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ്റെയും CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ്റെയും നേതൃത്വത്തിൽ ഇടതുപക്ഷ നേതാക്കൾ ചാലയിലെത്തിയത്. അപകടം നടന്ന സ്ഥലവും മരിച്ചവരുടെ വീടുകളും നേതാക്കൾ സന്ദർശിച്ചു. പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ, CPI നേതാവ് C ദിവാകരൻ MLA, ജനതാദൾ നേതാവ് CK നാണു MLA, NCP നേതാവ് AK ശശീന്ദ്രൻ MLA, കേരള കോൺഗ്രസ് നേതാവ് PC തോമസ്, മുൻ മന്ത്രിമാരായ PK ശ്രീമതി, കടന്നപ്പള്ളി രാമചന്ദ്രൻ, TV രാജേഷ് MLA, CPM ജില്ലാ സെക്രട്ടറി P ജയരാജൻ, MV ജയരാജൻ എന്നിവരാണ് ചാലയിൽ അപകടം നടന്ന സ്ഥലങ്ങളും മരിച്ചവരുടെ വീടുകളും സന്ദർശിച്ച് ബന്ധുക്കളെ ആശ്വസിപ്പിച്ചത്. പൊള്ളലേറ്റവർ ചികിത്സയിലുള്ള AKG കൊയിലി ആസ്പത്രികൾ, പരിയാരം മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിൽ നേതാക്കളെത്തി പരിക്കേറ്റവരെ കണ്ടു. ആശുപത്രി അധികൃതരുമായി വിവരങ്ങൾ ആരാഞ്ഞു. തലശ്ശേരി മൈസൂർ റെയിൽവേ പാത യാഥാർത്ഥ്യമായാൽ 144 കിലോമീറ്റർ കൊണ്ട് മൈസൂരിൽ എത്താനാവും. തലശ്ശേരിക്കാരുടെ ചിരകാല അഭിലാഷമാണ് മൈസൂർ പാത. തലശ്ശേരി മൈസൂർ തീവണ്ടി യാത്ര എന്ന മലബാറിന്റെ ചിരകാല സ്വപ്നം ഒരിക്കൽ കൂടി പുത്തൻ പ്രതീക്ഷകളുടെ പാളത്തിലേറുന്നു. ഇതിനായുള്ള സൂചനകൾ കേന്ദ്ര റെയിൽവേ സഹമന്ത്രിയിൽ നിന്നും നാടിന് ലഭിച്ചു. ഏറ്റവും ഒടുവിലായി ജനകീയ സർവേയിലൂടെ കണ്ടെത്തിയ വഴിയിലൂടെ എത്രയും പെട്ടെന്ന് പുനർസർവേ നടത്തുമെന്നാണ് മന്ത്രി KH മുനിയപ്പ തലശ്ശേരിയിൽ ഉറപ്പു നൽകിയത്. ഇതനുസരിച്ച് വീണ്ടും സർവേ നടത്തിയാൽ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പഴശ്ശി, കാക്കിയങ്ങാട്, വാണിയപ്പാറ, നാടുകാണി, പഞ്ചഹള്ളി, ഒടിക്കേരി, പൊന്നമ്പേട്ട, ഹുൻസൂർ വഴി മൈസൂരിലെത്തുന്ന പാതയ്ക്ക് 140 കിലോമീറ്റർ മാത്രമേ ദൈർഘ്യമുണ്ടാവൂ. ഈ വഴിയാണ് ഇപ്പോൾ പരിഗണനയിലുള്ളത്. സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം മുതൽ തലശ്ശേരി മൈസൂർ റെയിൽപാതയ്ക്കായി ആവശ്യങ്ങളും നാടിന്റെ മുറവിളിയും ഉയർന്നു തുടങ്ങിയിരുന്നു. AKGയിലൂടെ ഈ ആവശ്യം പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ശ്രദ്ധയിലും തുടർന്ന് അന്നത്തെ റെയിൽവേ മന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ പരിഗണനയിലും എത്തിയിരുന്നു. പഠനങ്ങളിലൂടെ ഇതിനായുള്ള സാധ്യതകൾ കണ്ടെത്തിയെങ്കിലും പിന്നീട് വിസ്മൃതിയിലാണ്ടുപോയി. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ സർക്കാരിൽ റെയിൽവേ മന്ത്രിയായിരുന്ന ലാലു പ്രസാദ് യാദവിന് മലബാറിലെ പാർലമെന്റ് അംഗങ്ങൾ നൽകിയ നിവേദനത്തെ തുടർന്ന് അനുകൂല നടപടികൾ വീണ്ടും ആരംഭിച്ചെങ്കിലും സർവേ റൂട്ട് മാപ്പിൽ കണ്ടെത്തിയ വലിയ ദൂരം ദുർഘടമാണെന്നും അനാദായകരമാവുമെന്നും ചൂണ്ടിക്കാട്ടി ഉദ്യോഗസ്ഥർ ഉടക്കുവെച്ചു. ഇതിന് പിന്നാലെയാണ് നാട്ടുകാരുടെ ആക്ഷൻ കൗൺസിൽ വിദഗ്ധരെ ഉൾക്കൊള്ളിച്ച് പുതിയ സർവേ നടത്തിയത്. നേരത്തെ നടത്തിയ 2 സർവേകളിൽ നിന്നും വ്യത്യസ്തമായി വെറും 140 കിലോമീറ്ററിൽ തലശ്ശേരി മൈസൂർ തീവണ്ടിപ്പാത നിർമ്മിക്കാമെന്ന് ജനകീയ സർവേയിലൂടെ കണ്ടെത്തി. ഈ റൂട്ട് മാപ്പാണ് ഇപ്പോൾ റെയിൽവേയുടെ പരിഗണനയിലുള്ളത്. 2 സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്ന തലശ്ശേരി മൈസൂർ റെയിൽപാതയ്ക്കായി ഇതിനകം 4 സർവേകൾ നടന്നു കഴിഞ്ഞു. സാങ്കേതിക സാമ്പത്തിക തടസ്സങ്ങളിൽ തട്ടിയും മുട്ടിയും തലശ്ശേരി മൈസൂർ റെയിൽപാത പദ്ധതി അവഗണിക്കുമ്പോഴും വീരാജിപ്പേട്ട, മാക്കൂട്ടം, വള്ളിത്തോട് ഭാഗങ്ങളിൽ നിന്നുള്ള മലഞ്ചരക്കുകൾ കടത്താനായി ബ്രിട്ടീഷുകാർ നിർമ്മിച്ചുപയോഗിച്ച റെയിൽപാതയുടെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും കാണാനുണ്ട്. കണ്ണൂർ വിമാനത്താവളത്തിന് ചിറകുമുളയ്ക്കുമ്പോൾ തലശ്ശേരി മൈസൂർ റെയിൽപാത എന്ന ആവശ്യത്തിന് ഒരിക്കൽ കൂടി ശക്തിയേറുകയാണ്.
വിമാനത്താവളം യാഥാർത്ഥ്യമായ ഈ പാത വഴി കുടക്, മൈസൂർ ഭാഗങ്ങളിലുള്ളവർക്ക് വേഗത്തിൽ കണ്ണൂരിലെത്താൻ തലശ്ശേരി മൈസൂർ തീവണ്ടിപ്പാത ഏറെ ഉപകരിക്കും. മാത്രമല്ല, കണ്ണൂരിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് ഇപ്പോഴുള്ള 708 കിലോമീറ്റർ ദൂരത്തിൽ 360ഓളം കുറയുകയും ചെയ്യും. കണ്ണൂർ ചെന്നൈ യാത്രാ ദൂരവും ഗണ്യമായി കുറയും. കൂടാതെ കൊങ്കൺ പാതയിൽ യാത്രാ തടസ്സം ഉണ്ടാവുമ്പോൾ സമാന്തര പാതയായി മൈസൂർ തലശ്ശേരി തീവണ്ടിപ്പാത പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്ന് ചൂണ്ടിക്കാട്ടപ്പെടുന്നു. ഗ്യാസ് ടാങ്കർ ലോറിക്കൊപ്പം ഓയിൽ ടാങ്കർ ലോറികളും അപകടം ക്ഷണിച്ചു വരുത്തുന്നു. ഓയിൽ ടാങ്കർ ലോറികളിലെ ചോർച്ച റോഡിൽ മറ്റു വാഹനങ്ങളെ അപകടപ്പെടുത്തുന്ന വിധത്തിലാണ് തലശ്ശേരിയിൽ നിന്നുള്ള ഒരു കാഴ്ച. ദേശീയപാതയിൽ ധർമ്മടം മീത്തലപ്പിടിക്ക ജംഗ്ഷനിലും തൊട്ടപ്പുറം സഹകരണ ആശുപത്രിക്കടുത്തും റോഡ് മുഴുക്കെ ഓയിൽ തെറിച്ചു വീണത് യാത്രാ ദുരിതത്തിന് ഇടയാക്കി. വാഹനങ്ങളും വഴിയാത്രക്കാരും തെന്നിവീണ് തുടങ്ങിയതോടെ അഗ്നിശമന സേനയെത്തി വെള്ളം തളിച്ച് അപകടങ്ങൾ ഒഴിവാക്കി. വഴുക്കൽ അനുഭവപ്പെട്ട റോഡിൽ ഇരുചക്ര വാഹനങ്ങളാണ് കൂടുതൽ തെന്നിയത്. ഓട്ടത്തിനിടയിൽ നിയന്ത്രണം വിട്ട് തെന്നിവീണ ബൈക്ക് യാത്രക്കാർക്ക് പലർക്കും നിസ്സാര പരിക്കേറ്റു. ഇതേ തുടർന്നാണ് പോലീസും നാട്ടുകാരും അഗ്നിശമന സേനാ യൂണിറ്റിന്റെ സഹായം തേടിയത്. റോഡിൽ ഓയിൽ വീഴ്ത്തി രക്ഷപ്പെട്ട വാഹനത്തെ പോലീസ് അന്വേഷിച്ചു വരികയാണ്. ചാല ടാങ്കർ ഗ്യാസ് ദുരന്തത്തിന് ഉത്തരവാദികൾ ഓയിൽ കമ്പനിയാണെന്നും കൊലക്കുറ്റം ചുമത്തി IOSക്കെതിരെ കേസെടുക്കണമെന്നും പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ആവശ്യപ്പെട്ടു. ഓയിൽ കമ്പനി അത്യന്തം ഗുരുതരമായ കൃത്യവിലോപമാണ് കാണിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ കുറ്റപ്പെടുത്തി. ദുരന്തം സംഭവിച്ചാൽ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും കമ്പനി ചെയ്തില്ല. ഇത് അത്യന്തം അപലപനീയമാണ്. കൊലക്കുറ്റം ചുമത്തി IOCക്കെതിരെ കേസെടുക്കണം. ഭാവിയിൽ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കേന്ദ്ര സർക്കാരിന് ബാധ്യതയുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ടാങ്കർ ലോറികളുടെ ഗതാഗതത്തിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഗവൺമെൻറ് അനാസ്ഥയാണ് കാണിക്കുന്നത്. അത്യന്തം ദയനീയമായതും ദുഃഖപൂർണവുമായ അവസ്ഥയാണ് ചാലയിലേത്. സർക്കാർ പ്രഖ്യാപിച്ച നഷ്ടപരിഹാരം ഇരട്ടിയാക്കി ഉയർത്തണം. ആശ്രിതർക്ക് തൊഴിൽ നൽകണമെന്നും പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ കണ്ണൂരിൽ ആവശ്യപ്പെട്ടു. ACV ന്യൂസ്, കണ്ണൂർ. മരണത്തിനും വൻപിച്ച ഗുരുതരമായ പരിക്കേറ്റവരുടെയും കുടുംബത്തിന്, പ്രായപൂർത്തിയായ അവർക്ക് ഒരു തൊഴിൽ ഗവൺമെൻറ് നൽകണം. കരുനാഗപ്പള്ളി സംഭവത്തെ തുടർന്ന് അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന ഗവൺമെൻറ് ഇത് സംബന്ധിച്ചുള്ള ചട്ടങ്ങൾ നടപ്പിലാക്കാനുള്ള ഗ്യാരണ്ടി ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്ന് മാത്രമല്ല, തൊഴിൽ കൊടുത്തു. അന്നത്തെ സ്ഥിതിയിൽ കൊടുക്കാവുന്ന നഷ്ടപരിഹാരം കൊടുത്തു. പൊള്ളലേറ്റവരുടെ മുഴുവൻ ചികിത്സ ചെലവും ഗവൺമെൻറ് വഹിക്കണം. അവർക്ക് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ആവശ്യമായ എല്ലാ സംവിധാനവും ഒരുക്കണം. അയൽക്കൂട്ട തലങ്ങളിൽ കുടുംബശ്രീ പ്രവർത്തകരുടെ അനുഭവങ്ങൾ പ്രതിപാദിക്കുന്ന പുസ്തകങ്ങൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനതല യാത്ര കാസർഗോഡ് നിന്ന് തുടക്കം കുറിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ശ്യാമളാദേവി ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ ചെയർമാൻ TE അബ്ദുള്ള അധ്യക്ഷനായിരുന്നു. സാമ്രാജ്യത്തെ ഫണ്ട് രഹിത എൻഡോസൾഫാൻ പീഡിത ക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കലക്ടറേറ്റിന് മുന്നിൽ ഉപവാസ സമരം നടത്തി. സ്വാതന്ത്ര്യ സമര സേനാനി KR കണ്ണൻ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പച്ചക്കറി ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത ഉറപ്പുവരുത്താൻ സർക്കാർ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. മരുന്ന് പരീക്ഷണം നടത്തി സംസ്ഥാനത്തെ പ്രമുഖ സ്വകാര്യ ആശുപത്രിയിൽ രോഗികൾ മരിച്ചതായി പറയുന്ന സംഭവത്തെക്കുറിച്ച് CBI അന്വേഷണം നടത്തണമെന്ന് ഡോക്ടർ ജേക്കബ് വടക്കാഞ്ചേരി. ചാലയിലെ ഗ്യാസ് ടാങ്കർ ദുരന്തത്തെക്കുറിച്ച് പോലീസ് വിശദമായ അന്വേഷണം നടത്തിവരികയാണെന്ന് DGP ബാലസുബ്രഹ്മണ്യം. തലശ്ശേരി മൈസൂർ റെയിൽപാതയ്ക്കായി റീസർവേ നടത്തുമെന്ന് റെയിൽവേ സഹമന്ത്രി KH മുനിയപ്പ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.